ഹലോ ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? ആർക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും പനിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പനി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഒന്ന് മാറിയെന്ന് കണ്ടാൽ പോലും നമ്മളൊന്ന് തല നനക്കാതിരിക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. എവിടെ നോക്കിയാലും ഇപ്പോൾ പനിയുടെ ഒരു സീസണാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ജസ്റ്റ് അതിന് മുന്നേ നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മളിന്ന് പോകുന്നത് വേറെ എവിടേക്കുമല്ല, എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ ഇക്കാക്ക് വർക്കില്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ വീട്ടിലേക്ക് പോകും കേട്ടോ. കാരണം ഇവിടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഒഴിവ് കിട്ടിയാൽ ഞങ്ങൾ അവരറ്റ് പോവും. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കും. നമുക്ക് കറങ്ങാൻ നമ്മുടെ ബീച്ച് തന്നെ ഉണ്ടല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെ കാണാത്ത കാരണം ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. നമ്മുടെ അവിടെ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ ഇവർക്ക് അവിടുത്തെ പാർക്കും ബീച്ചും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു പാടാട്ടോ. വടക്കേക്കാട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പാടാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും മറ്റേ ആ പൂവുണ്ടല്ലോ, കോളാമ്പിപ്പൂവ്, അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ചില ടൈമിലാണെങ്കിൽ ഈ പാടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആൾക്കാർ വരും. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഓടുന്നത് വേറെ എവിടേക്കുമല്ല, ഞങ്ങൾക്കൊന്ന് ഒരു ഫാമിലി വീട്ടിൽ കയറാനുണ്ട്. നമ്മുടെ ബാക്ക് സൈഡായിട്ടായി കാണുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കാണുമ്പോൾ അവർക്ക് ഭയങ്കര രസമാണ്. അങ്ങനെ വീട്ടിലത്തെ പരിപാടികളും പിന്നെ ആ വീട്ടിലേക്കൊക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ബീച്ചിലേക്കാട്ടോ. അപ്പോൾ ഞാൻ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കും. കാരണം പിന്നെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇപ്പോൾ മിന്നൂസൊക്കെ ഓൾറെഡി റെഡിയായി സെറ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. അവൾക്ക് ഞാൻ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങാനൊക്കെ. പിന്നെ എൻ്റെ ഒരു കസിനുണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ അവളും ഉണ്ണികളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഗ്യാങ്സ് ഇവർ തന്നെ ആയിക്കഴിഞ്ഞ് പിന്നെ വേറെ ആരും ആവശ്യമില്ലല്ലോ, പിള്ളേർ കുറേ ഉണ്ട്. പിന്നെ ഇവർ ബീച്ചിൽ എത്തുമ്പോൾ തന്നെ ഇവർ പറയൽ തുടങ്ങും, ഇപ്പോൾ തന്നെ പോവാണ്ടട്ടോ ഉമ്മച്ചി, കുറേ കഴിഞ്ഞിട്ട് പോവാട്ടാണ്. പിന്നെ മുമ്മുനെ തിരഞ്ഞിട്ട് അവിടെ ഒരു പമ്പര റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനവിടെ കണ്ണി കണ്ടതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, ബോൾ വേണം. എവിടെ പോയാലും അവനക്ക് ബോളില്ലാത്തൊരു പരിപാടിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, നല്ലൊരു പമ്പരം മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എനിക്ക് എന്താ പറയുക, പിന്നെ ഒരു പേടിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര പേടിയാണ് വെള്ളം, അതിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇവളെ കൊണ്ടുവരുന്നത് തന്നെ ഇതൊക്കെ ഒന്ന് ഈ ഒരു പേടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു രക്ഷയില്ല, അവൾ വരില്ല. അവൾ താത്താമാരൊക്കെ അങ്ങോട്ട് പോയിരിക്കണം. കുറേ വിളിച്ചു. പക്ഷേ മോനിക്കാണെങ്കിൽ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. മോനിക്കും അതേപോലെ താഴെയുള്ള വേറൊരാളുണ്ട്, ഇവനെ നേരെ മുട്ടത്, ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ. പക്ഷെ മൂത്ത കുട്ടിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പേടിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവർ പേടിയൊക്കെ ഒന്ന് മാറ്റേണ്ടി വെച്ചിട്ടാണ്. പക്ഷെ ഇവനൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ആൾ വരുന്നതേ ഇല്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ തന്നെ ഷാർക്ക് പറയുമ്പോൾ ഇതിനൊക്കെ എന്താ വണ്ടിയിൽ ഉപ്പുവെള്ളം ഇതിൽ ആ സംഭവം നമ്മുടെ വണ്ടിയിൽ തട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, എന്തോ കാര്യം പോലെ വരുന്നു അവനതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും നോക്കാതെ, നമുക്കതൊന്നും മൈൻഡിലേ വരുന്നില്ല. കാരണം കടലിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവരും അത് എത്ര അങ്ങനെ ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നും നമുക്ക് മതിയാവില്ല, ഇല്ലല്ലോ. നമ്മൾ അവിടെ ടൈം പോകുന്നത് പോലും നമുക്കറിയില്ല. പിന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് അവിടെ നിന്ന് കഴിക്കാനും. എനിക്കിങ്ങനെ പൊതുവേ എന്താ പറയുക, യാത്രയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടാവില്ല, പക്ഷേ യാത്രയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വിശപ്പുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? എല്ലാവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾ പോയെന്ന് നല്ല ഇങ്ങനെ ശക്തമായി പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി നോക്കണം. കാരണം നമ്മളതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെ വരാം. പിന്നെ അപ്പോൾ നമ്മൾ ഉണ്ണികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പിടിക്കണം, അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾ സ്ലിപ്പായി പോകും. അപ്പോൾ കടൽ കാണാനും നല്ല രസമാണ്. പക്ഷെ നമ്മൾ എത്ര വീഡിയോസ് ആയാലും എന്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വിചാരിക്കാത്ത ടൈമിലായിരിക്കും തിരകളടിക്കുക. ഒരിക്കലും തന്നെ
ഇതേപോലെ ഞങ്ങൾ വന്ന ടൈമിൽ ഞാൻ എൻ്റെ താത്താടെ കുട്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനുണ്ട് പെട്ടെന്ന് ഓടി. നോക്കി നോക്കുമ്പോൾ വലിയൊരു തിരണ്ട് വന്നിട്ട് ശരിക്കും എന്താ പറയുക, നല്ലൊരു അപകടമാണ് അന്ന് ഒഴിഞ്ഞു പോയത്. നമ്മളെല്ലാവരുടെ ഒരു ദുആയിരിക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അതിനിടക്ക് മോള് വന്ന് പറയാണ് ഫാദിന്ന് കേട്ടോ. അതാണ് നിങ്ങൾ ഫാദിന്ന് കേട്ടിട്ടുണ്ടാവുക. എൻ്റെ താത്താടെ കുട്ടിയുടെ പേരാണ് ഫാദി. അവൾക്ക് 2 ആൺകുട്ടികളാണ്. ഒരാളുടെ പേര് ബിദാലിൻ, ഒരാളുടെ പേര് ഫാദി എന്നാണ്. അപ്പം അതിലത്തെ ഉണ്ണിയാണ് നേരെ പോയിട്ട് ചാടിയത്. ഞങ്ങൾ ശരിക്കും ഒന്ന് ആകെ പേടിച്ച്. കാരണം പെട്ടെന്നായിരുന്നു മോനിങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടാണ്. ഇവിടെ കുറേ പേര് പിള്ളേർ തന്നെ കുറേ ഉണ്ടല്ലോ. പലർക്കും പല ഫ്ലേവർ വേണമെന്ന് പറയും. പിന്നെ അവർ പറയും എനിക്കത് മതി ഇത് മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അതിനിടയ്ക്ക് ഞാനതൊന്ന് ആഡ് ചെയ്തതായിട്ട് ഇതിൽ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കുറേ നേരം കഴിഞ്ഞ് അവിടുന്ന് എന്താ പറയുക, അപ്പുറത്തെ സൈഡിൽ കാറ്റാടിയുണ്ട് കേട്ടോ. അതിൽ പോയിട്ട് കുറേ നേരം ഇരുന്നു. പിന്നെ ഈ രാത്രിയൊക്കെ ആയിട്ടാണ് കുറേ നേരം അവിടെ പോയാൽ സമയം പോകുന്നത് അറിയില്ല. ഞങ്ങൾക്ക് തിരിച്ചും പിന്നെ ഇങ്ങോട്ട് വരേണ്ടതല്ലേ. പിന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഒരു വെള്ളത്തിൽ കളിച്ചിട്ടും കുഴി കുത്തിയിട്ട് കളിച്ചിട്ടൊക്കെ ഇവർ ഇരിക്കുന്ന ഭാഗത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇവിടെ നല്ല തിരകൾ വരുന്ന കാരണം നമുക്ക് വിചാരിക്കാത്തടത്ത് നമ്മൾ കുഴി കുത്തിയാലടക്കം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കണം. കാരണം നല്ല വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. ഇവിടെ രാത്രി വന്നാലും പകലൊക്കെ ഒരുപോലെയാണ് കിടക്കുന്നത് കേട്ടോ. 50 രൂപയുടെ എന്താ പറയുക പട്ട ഇവിടെ ഉണ്ട്. അത് മേടിച്ചിട്ട് ഫുള്ള് ഞങ്ങൾ എന്താ പറയുക ഇങ്ങനെ കളിക്കലായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ പട്ട നമ്മുടെ നിന്ന് പോയി മേലൊക്കെ പോയി. പിന്നെ ഇവർ കരയിൽ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പല ഫ്ലേവറുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി.